പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്ലിക്ക് ടു ലേൺ PSCയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സീരീസിലേക്ക് സ്വാഗതം. ഇൻഫർമേഷൻ ടെക്നോളജി സീരീസിലെ ആദ്യ വീഡിയോയാണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നും കമ്പ്യൂട്ടറുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും കമ്പ്യൂട്ടറുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നും ഒക്കെയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് കമ്പ്യൂട്ടർ എന്നത്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് എങ്കിലും പ്രാഥമികമായി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരു കമ്പ്യൂട്ടർ എന്നാൽ ഗണിത പ്രവർത്തനങ്ങളും ബൗദ്ധിക പ്രവർത്തനങ്ങളുമൊക്കെ സ്വയമേ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് ഒന്നിലധികം കർമ്മങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒന്നിലധികം പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡേറ്റയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, ഉപയോക്താവ് നൽകുന്ന കമാൻഡുകൾക്കനുസരിച്ച് വഴങ്ങുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. പ്രാഥമികമായി ഒരു കമ്പ്യൂട്ടറിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കമ്പ്യൂട്ടറിൻ്റെ വലിപ്പവും അതിൻ്റെ ഘടനാപരമായ വ്യത്യാസങ്ങളും ഒക്കെ കണക്കിലെടുത്താലും പ്രാഥമികമായി കമ്പ്യൂട്ടറിന് ചില കർത്തവ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്ന ഡേറ്റ, അതായത് ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മൾ നൽകുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. നമ്മൾ നൽകുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. നമ്മളുടെ ആവശ്യാനുസരണം നൽകിയ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുവാനും ഔട്ട്പുട്ടായി നമുക്ക് നൽകുവാനും കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ തന്നെ നിയന്ത്രിക്കുന്നു എന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്താൽ, കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ചെയ്യുന്ന വിവരങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും. കമ്പ്യൂട്ടറിന് നൽകിയ വിവരം, അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ സാധിക്കും. നമ്മളുടെ ആവശ്യാനുസരണം നൽകിയ ഡേറ്റ പ്രോസസ്സ് ചെയ്യുവാൻ കമ്പ്യൂട്ടറിന് കഴിവുണ്ട്. പ്രോസസ്സ് ചെയ്ത ഡേറ്റ റിസൾട്ടായി നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുവാൻ കമ്പ്യൂട്ടറിന് സാധിക്കും. കമ്പ്യൂട്ടറിനുള്ളിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറിന് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രവൃത്തിയാണ് ഇൻപുട്ട്. അതായത് നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ നൽകുന്നതും മൗസ് ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ തുറക്കുന്നതോ എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നതുമോ ഒക്കെ ഇൻപുട്ടായി കണക്കാക്കാം. ഔട്ട്പുട്ട് എന്നാൽ നമുക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമ്മൾ നൽകിയ ഡേറ്റയിൽ നിന്നും കമ്പ്യൂട്ടർ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഔട്ട്പുട്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ നൽകിയ ഡേറ്റ ഉപയോഗിച്ച് നമ്മുടെ ആവശ്യാനുസരണം കമ്പ്യൂട്ടർ തിരികെ നൽകുന്ന വിവരമാണ് ഔട്ട്പുട്ട്. നമ്മൾ ഒരു വിവരം പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നതും മോണിറ്ററിൽ കാണുന്നതുമൊക്കെ ഔട്ട്പുട്ട് വിവരങ്ങളാണ്. കമ്പ്യൂട്ടറുകൾ നമുക്ക് നൽകുന്ന ഔട്ട്പുട്ടുകളെ ഹാർഡ് കോപ്പി എന്നും സോഫ്റ്റ് കോപ്പി എന്നും രണ്ടായി നമുക്ക് തരംതിരിക്കാം. പേപ്പറുകളിൽ പ്രിൻ്റ് ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ പറ്റുന്ന രീതിയിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഹാർഡ് കോപ്പി എന്ന് വിളിക്കാം. എന്നാൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി കയ്യിൽ കൊണ്ടു നടക്കാനോ സാധിക്കാത്ത വിവരങ്ങളെ സോഫ്റ്റ് കോപ്പി എന്ന് വിളിക്കാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കമ്പ്യൂട്ടറുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ്. പ്രാഥമികമായ ഒരു സവിശേഷതയാണ് വേഗത. വേഗതയേറിയ ഒരു കമ്പ്യൂട്ടറിന് 3 മില്യൺ കാൽക്കുലേഷനുകൾ വരെ ഒരു സെക്കൻഡിൽ ചെയ്യുവാൻ കഴിവുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് കൃത്യത. കമ്പ്യൂട്ടർ വളരെ ആക്യുറസിയുള്ള ഒരു ഡിവൈസാണ്. കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശ്വസനീയത, റിലയബിലിറ്റി. നമ്മൾ നൽകുന്ന വിവരങ്ങൾ വിശ്വസനീയമാണ് എങ്കിൽ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് നൽകുന്ന വിവരങ്ങളും വിശ്വസനീയമാണ്. കമ്പ്യൂട്ടറുകളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് കമ്പ്യൂട്ടറുകൾക്ക് വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിവുണ്ട് എന്നത്.
കമ്പ്യൂട്ടറുകൾക്ക് മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വിവരങ്ങൾ നമുക്ക് വീണ്ടെടുക്കുവാനും തക്കതായ സമയത്ത് ഉപയോഗിക്കുവാനും സാധിക്കും. കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വെഴ്സറ്റൈലിറ്റി. ബഹുവിധ നൈപുണ്യമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതും പല ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുവാനും പുറത്തേക്ക് നൽകുവാനുമൊക്കെ സാധിക്കുന്നതും ബൗദ്ധികവും ഗണിതശാസ്ത്രപരവുമൊക്കെയായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിലും പല രൂപത്തിലുള്ള വിവരങ്ങൾ ഉപയോക്താവിന് നൽകുന്നതിലുമൊക്കെ കമ്പ്യൂട്ടറിന് സാധ്യതകളുണ്ട്. കമ്പ്യൂട്ടറുകൾക്ക് സ്വയം പ്രവർത്തിക്കുവാൻ കഴിയും എന്നത് തന്നെ വലിയ ഒരു സവിശേഷതയാണ്. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയാൽ നമ്മളുടെ ഇടപെടലുകളില്ലാതെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് ഇൻസ്ട്രക്ഷൻ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടറുകൾ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ മടിയോ ശ്രദ്ധക്കുറവോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡിലിജൻസ് അല്ലെങ്കിൽ സ്ഥിരോത്സാഹം. കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് നമുക്ക് വിവരങ്ങൾ കണ്ടെത്തുവാൻ ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും സഹായകമായ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇത് എന്നത്. അതായത് ഏറ്റവും കൺവീനിയൻ്റായ ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലെക്സിബിലിറ്റി. കമ്പ്യൂട്ടറുകൾ ഏത് രീതിയിലും വഴങ്ങും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റിനും ബിസിനസ്സിനും നമുക്ക് അറിവ് നൽകുവാനും ശാസ്ത്ര പര്യവേഷണങ്ങൾക്കും എന്നുവേണ്ട എല്ലാ തലങ്ങളിലും കമ്പ്യൂട്ടറിൻ്റെ സഹായം നമുക്ക് ലഭ്യമാണ്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കാം. 1. സ്പീഡ്. 2. ആക്യുറസി. 3. റിലയബിലിറ്റി. 4. മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി. 5. വെഴ്സറ്റൈലിറ്റി. 6. ഓട്ടോമേഷൻ. 7. ഡിലിജൻസ്. 8. കൺവീനിയൻസ്. 9. ഫ്ലെക്സിബിലിറ്റി. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നാണ്. കമ്പ്യൂട്ടറുകളെ അവയുടെ വലിപ്പം, പ്രോസസ്സിംഗ് സ്പീഡ്, നിർമ്മിക്കുവാനുള്ള ചിലവ് എന്നിവയൊക്കെ കണക്കിലെടുത്ത് 3 തരംതിരിക്കാം. 1. ഡിജിറ്റൽ കമ്പ്യൂട്ടർ. 2. അനലോഗ് കമ്പ്യൂട്ടർ. 3. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ആദ്യമായി നമുക്ക് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്താണ് എന്ന് നോക്കാം. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ വളരെ വേഗതയേറിയ, ഉപയോക്താവിന് പ്രോഗ്രാം ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്ന, കണക്കുകൂട്ടലുകളും മൂല്യതാരതമ്യങ്ങളുമൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന, അവയുടെ റിസൾട്ടുകൾ സംഭരിച്ചു വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഓരോ സിഗ്നലുകളും ഉയർന്ന വോൾട്ടേജിലുള്ളതാണോ താഴ്ന്ന വോൾട്ടേജിലുള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരം കമ്പ്യൂട്ടറുകൾ ഡേറ്റ മനസ്സിലാക്കുന്നത്. ഇത്തരം ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളെ തന്നെ വീണ്ടും 2 തരംതിരിക്കാം. പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറുകളും സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, നോട്ട്ബുക്ക് PC മുതലായ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകളും. എന്താണ് ഒരു സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ? ഒരു പ്രത്യേക പ്രശ്നപരിഹാരത്തിനോ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനോ വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളാണ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറുകൾ. വീഡിയോ ഗെയിമുകൾക്ക് മാത്രമായുള്ള കമ്പ്യൂട്ടറുകൾ, വിമാനങ്ങളിലെ നാവിഗേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ, കാലാവസ്ഥാ പ്രവചനത്തിനായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഒരു സാറ്റലൈറ്റിൻ്റെ ഗതി മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ട്രാഫിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മുതലായവയൊക്കെ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ? പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെയാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകളെന്ന് വിളിക്കുന്നത്. ഇത്തരം കമ്പ്യൂട്ടറുകളിൽ പ്രോഗ്രാമുകൾ സ്ഥിരമായി സ്റ്റോർ ചെയ്തു വയ്ക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന, ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, നോട്ട്ബുക്ക് കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ മുതലായവ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. വലിപ്പത്തിൻ്റെയും പ്രവർത്തനക്ഷമതയുടെയും അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളെ വീണ്ടും തരംതിരിക്കുവാൻ സാധിക്കും. മൈക്രോ കമ്പ്യൂട്ടറുകൾ,
മിനി കമ്പ്യൂട്ടറുകൾ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിവയാണ് ഇത്. വ്യക്തിപരമായതോ അല്ലെങ്കിൽ ഓഫീസ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന താരതമ്യേന ചെറിയ കമ്പ്യൂട്ടറുകളെയാണ് മൈക്രോ കമ്പ്യൂട്ടറുകൾ എന്ന് വിളിക്കുന്നത്. താരതമ്യേന കുറഞ്ഞ സ്റ്റോറേജ് സ്പീഡും പ്രോസസ്സിംഗ് സ്പീഡുമൊക്കെയുള്ള കമ്പ്യൂട്ടറുകളാണ് ഇവ. നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ മുതലായവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. സാധാരണയായി ഇവ ഉപയോഗിക്കുന്നത് ഓഫീസ് ജോലികൾക്കും വിനോദ വിജ്ഞാന ആവശ്യങ്ങൾക്കുമൊക്കെയാണ്. എന്നാൽ മിനി കമ്പ്യൂട്ടറുകളാകട്ടെ മൈക്രോ കമ്പ്യൂട്ടറുകളേക്കാൾ കഴിവുറ്റതും കൂടുതൽ മെമ്മറിയുള്ളതും ഓപ്പറേറ്റിംഗ് സ്പീഡ് കൂടിയതും കൂടിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതുമാണ്. സാധാരണയായി ഇവ സെർവറുകളായാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് 2 മുതൽ 200 ഉപയോക്താക്കളെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. അടുത്ത തരത്തിലുള്ള കമ്പ്യൂട്ടർ ആയിരക്കണക്കിന് ഉപയോക്താക്കളെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന ബിഗ് അയൺ എന്നറിയപ്പെടുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാണ്. ഇവയും സെർവറുകളായാണ് ഉപയോഗിക്കുന്നത്. വളരെ കൂടിയ മെമ്മറിയും പ്രോസസ്സിംഗ് സ്പീഡും സ്റ്റോറേജ് കപ്പാസിറ്റിയുമാണ് ഇവയുടെ പ്രത്യേകത. അടുത്ത തരം കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും ആയുധ നിർമ്മാണങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ആദ്യത്തെ വിജയകരമായി നിർമ്മിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് CDC 6600. CDC 6600 ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പരം, പ്രത്യുഷ്, മിഹിർ മുതലായവ. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ പഠിച്ചതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനലോഗ് കമ്പ്യൂട്ടറുകളെക്കുറിച്ചാണ്. 1950-60 കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. ലോർഡ് കെൽവിനാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ അവതരിപ്പിച്ചത്. മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഹൈഡ്രോളിക്കുമൊക്കെയായ സ്ഥിരമല്ലാത്ത മാറുന്ന മൂല്യങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനമാണ് ഇത്തരം കമ്പ്യൂട്ടറുകൾ നടത്തുന്നത്. അനലോഗ് കമ്പ്യൂട്ടറിന് ഒരു ഉദാഹരണമാണ് തെർമോമീറ്റർ. അടുത്തതായി ഡിജിറ്റൽ കമ്പ്യൂട്ടറിനും അനലോഗ് കമ്പ്യൂട്ടറിനും ശേഷം നമ്മൾ പഠിക്കുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകളെക്കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ഈ കമ്പ്യൂട്ടറിൽ ഒന്നിക്കുന്നു. ഇത്തരം കമ്പ്യൂട്ടറുകൾ ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾക്കും പ്രതിരോധ സംവിധാനങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ആദ്യ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട MCQ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാർഡ്വെയറുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചുമാണ്. നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഹാപ്പി ലേണിംഗ്.